Assalamualaikum warahmatullahi wabarakatuh. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ റെസിപ്പി ഒരു കട്ട്ലറ്റ് ആണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, സൂജി സ്ക്വയർ കട്ട്ലറ്റ് അല്ലെങ്കിൽ ഉപ്മ കട്ട്ലറ്റ്. നമ്മൾ സാധാരണ ഉപ്മ ഉണ്ടാക്കാറുണ്ട്, എന്നാൽ ആ ഉപ്മ ഉപയോഗിച്ചിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാറില്ലല്ലോ. എന്നാൽ ഇന്നത്തെ ഇഫ്താറിന് നമുക്കൊരു കട്ട്ലറ്റ് തന്നെ സെർവ് ചെയ്യാം ഉപ്മ ഉപയോഗിച്ചിട്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഉപ്മ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാം. നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ ഉപ്മ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉപ്മ റെഡിയാക്കി എടുക്കാൻ വേണ്ടത്, ഇവിടെ ഞാനൊരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണയുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് സാധാരണ നമ്മൾ ഉപ്മാവിലോട്ട് വറ്റൽമുളകൊക്കെ ചേർക്കും, പക്ഷേ വറ്റൽമുളക് ചേർക്കുന്നില്ല. ഇവിടെ ഞാൻ ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തതാണ്. ഇത് 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ പാനിലോട്ട് ചേർക്കണം. ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ കറിവേപ്പിലേക്ക്. അത് നീളത്തിൽ കിടക്കരുത്. നമുക്കിത് നന്നായിട്ട് വഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഞാനൊരു തക്കാളി ചേർക്കുന്നുണ്ട്. ചോപ്പ് ചെയ്തെടുത്ത് തക്കാളിയാണിത്. തക്കാളിയുടെ നന്നായിട്ടൊന്ന് കുക്കാകട്ടെ. കട്ട്ലറ്റ് ആകുമ്പോൾ കുറച്ച് മസാല ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ തക്കാളി ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ ഓൾറെഡി മുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. എരിവ് അധികം വേണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാല പൗഡർ ചേർക്കണം. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡർ ചേർക്കാം, നല്ല ഫ്ലേവർ വരട്ടെ. അടുത്തതായിട്ട് കുരുമുളക് പൊടി കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കാം. ഒരുപാട് സവാളയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതിലോട്ട്. ഈ പൗഡറിൻ്റെയൊക്കെ ഒരു റോസ് സ്മെല്ലൊന്ന് പോകട്ടെ. ഇതിലോട്ട് ഞാൻ 1 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കണേ. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റവ ചേർക്കാം. ഇത് റോസ്റ്റഡ് റവയാണ്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം നമുക്ക് റവ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 കപ്പ് റവയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് റവയിലോട്ട് 1 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഉപ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പൈസിയാണിത്. ഇനി ഇതിലോട്ട് ഞാനിവിടെ 1 കപ്പ് പൊട്ടാറ്റോ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം മല്ലിയില ഉണ്ടാവും. നമുക്കിത് പാനിലോട്ട് ചേർക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ടോ ഞാൻ ഈ പൊട്ടാറ്റോ ചേർക്കുന്നത്. നമുക്കിതിലോട്ട് 1 പിടി ഗ്രീൻ പീസ് കൂടെ ചേർക്കാം കേട്ടോ. ഞാനിത് വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ്, ഉപ്പ് ചേർത്തന്നെ വേവിച്ചെടുത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഒക്കെ ചേർക്കാം. ബീറ്റ്റൂട്ടൊക്കെ ചേർക്കുമ്പോൾ കളറിന് ചെറിയ ചേഞ്ച് വരും. എത്രത്തോളം വെജിറ്റബിൾസ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മുടെ ഉപ്മയുടെ ടേസ്റ്റ് കൂട്ടാം. ഉപ്മ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇനി നമുക്കിത് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ഉണ്ടാക്കുന്നത് സ്ക്വയർ കട്ട്ലേറ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി റൗണ്ടുള്ള പാത്രം എടുത്താലും മതി, സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടത്. ഇനി ഈ പാത്രത്തെ നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് മാറ്റാം. ഇനി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെക്കാം. നമുക്ക് നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റണം. നോമ്പ് തുറക്കുന്ന സമയത്ത് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇത്. അതുപോലെ തന്നെ ഉപ്മയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലേറ്റ് ആയിരിക്കും ഇത്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണത്, ഇടയിൽ ഹോൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ്. ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്ക്വയറായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ്.
ഒരു 3-4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇഫ്താർ ടൈമിലാണല്ലോ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 10-11 മണിക്കൊക്കെ നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെയെങ്കിൽ ഇഫ്താർ ടൈമിൽ നമുക്കിത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇഫ്താർ ടൈമിലാണ് കേട്ടോ ഞാൻ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 4 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. ഒന്നുകിൽ 4 പീസുകളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ 3 പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാനിത് 4 പീസുകളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. സ്ക്വയർ കട്ട്ലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലും മുട്ടയിലൊക്കെ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഓരോ കട്ട്ലേറ്റായിട്ട് മാറ്റി വയ്ക്കാം. അടിയിൽ നമ്മൾ എണ്ണയൊക്കെ തടവി എടുത്തതാണ്, അപ്പോൾ പിന്നെ അധികം പൊട്ടിപ്പോരുന്നില്ല. കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ കട്ട്ലേറ്റുകളും നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ബർഫിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ കട്ട് ചെയ്യാൻ കഴിയട്ടോ. ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാം. പക്ഷേ കട്ട്ലേറ്റ് ആണെങ്കിൽ കട്ട്ലേറ്റിന് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് മുക്കിയെടുക്കണ്ടേ. ഇനി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ അതേ ക്വാണ്ടിറ്റി തന്നെ കേട്ടോ ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി വെള്ളത്തിന് പകരമായിട്ട് പാലൊഴിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആണല്ലോ. അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് അരിമാവ് ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കിയെടുത്താൽ മതി. അതിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്താൽ മതി. ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ട. അതുപോലെ തന്നെ ഞാനിവിടെ 1 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ ഉപ്മ എടുക്കാം. മുട്ടയുടെ മിക്സിൽ മുക്കാം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കൈ കൊണ്ട് മുട്ടയുടെ മിക്സിൽ മുക്കുകയും അടുത്ത കൈ കൊണ്ട് വേണം കേട്ടോ ബ്രെഡ് ക്രംസ് കവർ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ നനഞ്ഞു പോകും. ഒരു സ്ക്വയർ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എടുക്കാം. ഇങ്ങനെ നമുക്ക് മുഴുവൻ കട്ട്ലേറ്റുകളും റെഡിയാക്കി വെക്കണം. ഇവിടെ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ബ്രെഡ് ക്രംസിലും മുട്ടയിലും കവർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ക്വയേഴ്സാണിത്. ഉപ്മ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ സൂചി സ്ക്വയേഴ്സാണിത്. ഇനി നമുക്കിതിനെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഫ്രൈ ആയി വന്നാൽ മതി. ഉൾഭാഗം ഓൾറെഡി കുക്കായതാണ്. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ആയി വരട്ടെ. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന ഉപ്മയിൽ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കട്ട്ലേറ്റ് ആക്കിയിട്ട് മാറ്റുന്നത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ സ്ക്വയർ കാണുമ്പോൾ ഒരിക്കലും പറയില്ല നമ്മളിത് ഒരു ഉപ്മയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ക്വയറാണെന്ന്. അത്രയും പെർഫെക്റ്റ് സ്ക്വയറുകളാണ്. നമ്മുടെ ഒരു ബഞ്ച് സ്ക്വയർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബഞ്ച് സൂചി സ്ക്വയർ കട്ട്ലേറ്റ് അല്ലെങ്കിൽ ഉപ്മ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഉപ്മ സ്ക്വയർ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഉപ്മ സ്ക്വയർ കട്ട്ലേറ്റ് അല്ലെങ്കിൽ സൂചി സ്ക്വയർ കട്ട്ലേറ്റ് എന്ന് പറയട്ടെ. ഇത് വളരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ കട്ട്ലേറ്റാണിത്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിലോട്ട്. അത് നമുക്കിത് ഇഫ്താർ ടൈമിൽ നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. റമളാൻ കരീം.